അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു കൂട്ടം ജനങ്ങൾ വന്നിട്ട് ചോദിച്ചു, അല്ല തങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നിങ്ങളിലേക്ക് സമാഗതമാകുമ്പോൾ ആ റമളാനിനെ നിങ്ങൾ എങ്ങനെയാണ് വരവേറ്റിരുന്നത്, സ്വീകരിച്ചിരുന്നത്? മഹാനവറുകൾ അവിടുന്ന് മറുപടി നൽകി, ഞങ്ങളിൽ ഒരാളും തൻ്റെ സഹോദരനെ കുറിച്ച് മനസ്സിൽ വിദ്വേഷമോ പകയോ ഉള്ള രീതിയിൽ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൻ്റെ പൊന്നമ്പിളിയെ നോക്കിക്കാണാൻ ധൈര്യപ്പെടുമായിരുന്നില്ല, ഭയപ്പെട്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവത്തിൽ നിന്നും 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം സംശുദ്ധീകരിച്ചുകൊണ്ട് ആ റമളാനിനെ വരവേൽക്കാൻ തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം, പിണങ്ങിക്കഴിയുന്നവരുമായിട്ട് ബന്ധം പുതുക്കാൻ ഈ ഒരു റമളാൻ നാം ഉപയോഗപ്പെടുത്തണം. മൂന്നാമത്തെ കാര്യം, നോമ്പിൻ്റെ ചൈതന്യമാണ്. പട്ടിണിയേക്കാൾ പ്രാധാന്യം ഹൃദയത്തെ പാപങ്ങളിൽ നിന്നും മുക്തമാക്കി പടച്ചറബുമായി ധാരാളം അടുക്കുവാനുള്ള ശ്രമം നടത്തലാണ്. പ്രിയപ്പെട്ടവരെ, പടച്ചവനുമായുള്ള എന്തെങ്കിലും ഇടപാടുകളിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ട് ചിലപ്പോൾ പുറത്തു തന്നേക്കാം. എന്നാൽ ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, പടപ്പുകളുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പടപ്പുകൾ പൊരുത്തപ്പെട്ടു തരാതെ അല്ലാഹു പൊരുത്തപ്പെട്ടു തരികയില്ല എന്നാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ അതിൻ്റെ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.